എക്സിറ്റ് പോളിൻ്റെ കാര്യം വാർത്തകളിൽ കുറേ ചർച്ചകളൊക്കെ വന്നതാണ്. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രമുഖ നേതാക്കന്മാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. എക്സിറ്റ് പോൾ നേരത്തെയും കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയിലാകെ വന്ന എക്സിറ്റ് പോളുകൾ അതുപോലെ ശരിയല്ല എന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. വന്ന എക്സിറ്റ് പോളിൻ്റെ ഒരു പ്രത്യേകത, രണ്ട് മുന്നണികളും തമ്മിലുള്ള മത്സരത്തിൽ കേരളത്തിൽ അടുത്തടുത്താണ് നിൽക്കുന്നത്. നെക്ക് ടു നെക്ക് എന്ന് പറയുന്ന തരത്തിലാണ്. ഇപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെയും കാണുന്നില്ല, വളരെ കുറച്ച് സാമ്പിൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ വിശ്വാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുമെന്നാണ്. കാരണം ഞങ്ങൾ നേരിട്ട് ജനങ്ങളുമായി സഹകരിച്ച് അവരോരോരുത്തരുടെയും സംസാരിച്ച് അവരുടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിറ്റ് പോളിൽ വന്നേക്കുന്ന കണക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല. കൂടുതലും ജനങ്ങളുടെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായ ഒരു വികാരമായിരിക്കും. കാരണം അതിനകത്തെല്ലാം പറയുന്നൊരു കാര്യം, ഗവൺമെൻറ് 10 വർഷക്കാലം ഭരിച്ച ഒരു ഗവൺമെൻറ്റിന് നേരെ സാധാരണഗതിയിൽ വലിയ തോതിലുള്ള അസംതൃപ്തികളൊക്കെ വരാമല്ലോ. കാരണം 10 വർഷം ഭരിച്ചതാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോഴും പറയുന്നത്, ഈ ഗവൺമെൻറ് ഉണ്ടായെങ്കിൽ മാത്രമേ എല്ലാ മേഖലയിലെ ആളുകളുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച കിട്ടൂ, അതുപോലെ തന്നെ സമാധാനം ഉണ്ടാവൂ, നാട്ടിലെ ക്രമസമാധാനം, മതനിരപേക്ഷത ഉറപ്പാക്കുന്ന കാര്യം എല്ലാം ഉള്ളത് ഈ ഗവൺമെൻറ് എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ക്ഷേമ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങളും ഓരോ മേഖലയിലുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തന്നെയായിരിക്കും വിധി വരുന്നതെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളാണല്ലോ ആത്യന്തികമായി എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എക്സിറ്റ് പോൾ വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ പറ്റിയൊന്നും അഭിപ്രായം പറയാൻ കഴിയില്ല. നല്ല ഇടതുപക്ഷത്തിന് അനുകൂലമായ റിസൾട്ടായിരിക്കും വരുന്നതെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തൂക്ക് സഭ എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ള സാധ്യതകൾ കാണുന്നില്ല. BJPക്ക് അങ്ങനെ അധികം കിട്ടുമെന്നുള്ളതും എക്സിറ്റ് പോളുകളിൽ കാണുന്നില്ല. എന്തായാലും അടുത്ത 2 ദിവസം ഇങ്ങനെ നമുക്ക് ഊഹങ്ങളൊക്കെ നടത്താം എന്നല്ലാതെ 4-ാം തീയതി കൃത്യമായിട്ട് കാര്യങ്ങൾ വരുമല്ലോ. കൊല്ലം ജില്ലയിലെ മുഴുവൻ പിന്നെ മണ്ഡലങ്ങൾ എണ്ണുന്നത് കൊല്ലത്താണ്. ഇപ്രാവശ്യം അങ്ങനെ പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പല താലൂക്കുകളിലായിരുന്നു. ഇപ്രാവശ്യം സെക്യൂരിറ്റി റീസൺസൊക്കെ പറഞ്ഞിട്ടാണ് അവരിവിടെ വെച്ചേക്കുന്നത്. എന്തായാലും നമുക്ക് 4-ാം തീയതി ഈ സമയമാകുമ്പോഴേക്കും കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് വലിയ ആശങ്കയോടുകൂടിയല്ല ഞങ്ങൾ കാണുന്നത്. പിന്നെ ആ സമയത്ത് റിസൾട്ട് എണ്ണി വരുമ്പോൾ അറിയാമല്ലോ. ജനങ്ങളുടെ മധ്യത്തിൽ പരമാവധി പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ, മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. ഞാനിവിടെ നേരത്തെ സംസാരിച്ച് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 2 വർഷമായിട്ട് പെൻഷൻ കൊടുക്കാതിരിക്കുകയും ശമ്പളം കൊടുക്കാതിരിക്കുകയും ഇപ്പോൾ 30% വെട്ടിക്കുറയ്ക്കുകയൊക്കെ ചെയ്തൊരു തീരുമാനം വന്നിരിക്കുന്നൊരു സാഹചര്യത്തിലും കേരളത്തെ അങ്ങേയറ്റം ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടും ഒരു മേഖലയിലും അങ്ങനെ പിന്നോട്ട് പോകാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മേഖലയിലും സാമ്പത്തിക ആനുകൂല്യങ്ങളും ക്ഷേമവും മാത്രമല്ല, ക്രമസമാധാനവും തൊഴിലവസരങ്ങളും പൊതുവികസനവും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികളുടെ കാര്യങ്ങളിലൊക്കെ അല്ല, അത് അവരങ്ങനെ ഒരു പിന്നെ ചർച്ചയൊക്കെ ചെയ്ത് നേരത്തെ ചർച്ചയൊക്കെ ചെയ്യുന്ന നല്ലതല്ലേ. ചർച്ച ചെയ്യേണ്ടവർ ചർച്ച ചെയ്യുന്ന അവരുടെ കാര്യമല്ലേ. അവരുടെ കാര്യം വഴിനീള ബാനർ വെക്കുന്നു, ബാനർ മാറ്റുന്നു, പകരം ബാനർ വരുന്നു, ജീവചരിത്രം വരുന്നു, അതൊക്കെ കോൺഗ്രസിനകത്താണ്. നിങ്ങളെ സംബന്ധിച്ചോ ഞങ്ങളെ സംബന്ധിച്ചോ, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചോ പത്രപ്രവർത്തകരെ സംബന്ധിച്ചുള്ളൊരു വിഷയമല്ല. കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഘടകകക്ഷികളെ കൊണ്ട് അഭിപ്രായം പറയുന്നത്. അതൊക്കെ അവർ ചെയ്തോട്ടെ. അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് കടന്നു കയറാൻ പറ്റത്തില്ലല്ലോ. അതവർ ചെയ്തോട്ടെ. നിങ്ങളെല്ലാം ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിച്ചവരല്ലേ. അങ്ങനൊരു വികാരമൊന്നും എവിടെയും കാണാനില്ലായിരുന്നല്ലോ. ജനവിരുദ്ധ വികാരം അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങൾ ഇത്രയും കൊണ്ടുപോകാൻ പറ്റിയത് ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ടാണ് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് എല്ലാത്തിനും 100 മാർക്കൊന്നും ഒരു മേഖലയിലും ആളുകൾ ഇട്ട് കാണത്തില്ല. പക്ഷേ നല്ലപോലെ നന്നായി കൊണ്ടുപോകുന്നുണ്ട് എന്ന നിലയിൽ തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. എല്ലാ സ്ഥലത്തും നല്ല മത്സരങ്ങളാണെന്നാണ് ഞങ്ങൾ കണ്ടേക്കുന്നത്. ഒരു സ്ഥലത്തും ഞങ്ങൾ മുൻവിധിയോടുകൂടി കാര്യങ്ങൾ കാണുന്നില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ നല്ല മത്സരമാണ്. ജനങ്ങളുടെ അടുത്ത് ഇടതുപക്ഷത്തിന് പറയാനുള്ളത് ഇടതുപക്ഷം പറയും, മറ്റു പാർട്ടികൾ അവരുടെ കാര്യങ്ങൾ പറയും, മറ്റു മുന്നണികൾ അവരുടെ കാര്യം പറയും. ഞങ്ങളെല്ലാ തെരഞ്ഞെടുപ്പിനെയും എല്ലാ മണ്ഡലങ്ങളെയും വളരെ ഗൗരവത്തോടാണ് കണ്ടത്. ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ പറയുന്നതിനൊരു അവസരമെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എന്തായാലും കൊല്ലം ജില്ലയിലൊക്കെ മെച്ചപ്പെട്ട റിസൾട്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അതിപ്പോൾ പറയാൻ പറ്റും, ബാക്കിയെല്ലാം ഇത് കഴിഞ്ഞില്ല.